അപ്പോൾ ഇന്നത്തെ യാത്ര റാണിപുരത്തേക്കാട്ടോ. നല്ല മഴയും പ്രതീക്ഷിക്കാണ്ടൊരു യാത്രയും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രതീക്ഷിച്ചല്ലോ ഓരോന്ന് സംഭവിക്കുക. അങ്ങനെ എൻ്റെ ജീവിതത്തിലും പ്രതീക്ഷിക്കാണ്ട് സംഭവിച്ച ചില കാര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ തന്നെങ്കിലും ഈ യാത്ര ഒത്തിരി സന്തോഷം തന്നതാണ്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു റാണിപുരം കാണുക എന്ന്. ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാത്തിരുന്ന് എത്തിയതാട്ടോ ഇവിടെ. 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. പകുതി ഏതാണ്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെല്ലാം മടുത്തു. തിരിച്ചു പോയാലോ എന്ന് വരെ ചിന്തിച്ചതാ. ആങ്ങളെയും കുട്ടി പട്ടാളങ്ങളും സമ്മതിച്ചില്ല. അല്ലെങ്കിലും തളർന്ന് പുറകോട്ട് വലിയുന്ന സമയത്ത് മുന്നോട്ട് പിടിച്ച് വലിക്കാൻ ഇതുപോലെ ചിലരെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഓരോന്നും വിടാതെ പിന്തുടരുന്ന സമയത്ത് ഇതുപോലുള്ള യാത്രകളൊക്കെ വളരെ ആശ്വാസകരമായിരിക്കും അല്ലേ. അപ്പം നമ്മളങ്ങനെ പറഞ്ഞു വന്നത് റാണിപുരം അല്ലേ. അപ്പം നടന്ന് നമ്മളിങ്ങനെ ഏതാണ്ട് പകുതി വഴി എത്തിയേ. ഇവിടെ കയറി എത്താനുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേതോ ഒരു ലോകത്തെത്തിയ പോലെയായി. കോടമഞ്ഞ് പുതച്ചടക്കുന്ന മലയും മലയുടെ അടിവാരവും ഒരു കാറ്റതിലെങ്ങാനും വന്ന് വിളിച്ചാൽ അതിൻ്റെ കൂടെ ഒഴുകി പോകുന്ന കോടമഞ്ഞ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ. കാറ്റൊക്കെ